പാർവതി വരും. പതുക്കെ വരണേ. വേദന ഉണ്ടോ? എത്രയായി ചേട്ടാ? ഇതാണോ പാർവതിയുടെ വീട്? എന്താ വാ. അതെ ടീച്ചറേ, ഓ ഞാൻ ആദ്യം വഴക്കുണ്ടാക്കിയെന്ന് പറയല്ലേ. അതെന്താ? പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വഴക്ക് പറയും. സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അവര് വഴക്കൊന്നും പറയില്ല, പറഞ്ഞാ മനസ്സിലാക്കോളൂ. ബാ. വിളിച്ചോ? കേശേട്ടാ, കേശേട്ടാ, ലച്ചേച്ചേ, ഇങ്ങോട്ട് വാ. അയ്യോ, ഇതെന്താ പറ്റി? അയ്യോ പേടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വീണതാ. എന്നിട്ടെന്താ നിങ്ങൾ വിളിച്ച് പറയാഞ്ഞേ? അല്ല, ആദ്യം വീണപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാ മനസ്സിലായി ചെറിയൊരു ചതവുണ്ട്. ചതവാ? ആ വേദന ഉണ്ടാ പാറു? അമ്മുമ്മേ, കേശുടാ. ചെറുതായിട്ടൊന്ന് വീണ കേട്ടാ. ഇല്ല ഒടിഞ്ഞിട്ടൊന്നുമില്ല. ചെറിയൊരു ചതവ് മാത്രം. ടീച്ചറാണോ? ആണ്. എന്തൊരു പരിപാടി ടീച്ചർ ഇത്? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്? അപ്പൊ കൈ ഒടിച്ചോണ്ടാണ് കൊണ്ടുവരാ. ശിവ ശിവ, ചേച്ചി ഇങ്ങനെ ചൂടാവാൻ വേണ്ടി ടീച്ചർ തള്ളിയിട്ടൊന്നും അല്ല. ഞാൻ കളിച്ചപ്പോ വീണതാ. രേഷ്മ മിസ്സിന് പകരം വന്നതാ. ഇപ്പൊ എന്റെ ക്ലാസ് ടീച്ചറാ. സോറി ടീച്ചർ, അത് കൊച്ചിന്റെ കൈ പോയത് കണ്ടപ്പോഴത്തേക്കേ ചെറുതായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും പാറുവിന് സന്തോഷമായി കാണുമല്ലോ. കുറച്ച് നാളത്തേക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അയ്യോ, സ്കൂളിൽ വിടാണ്ടിരിക്കൊന്നും വേണ്ട, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ പറയൂ? അതൊന്നും വരുന്നില്ല, 2 ദിവസം റെസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? ഡോക്ടർ അറിഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ അടുത്ത് മാത്രമായിട്ട് പറഞ്ഞായിരുന്നു. ഓ, ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലേ? സ്കൂളിലൊന്നും വിടാണ്ടിരിക്കണ്ട, അങ്ങോട്ട് വിട്ടോളൂ, ഞാൻ നോക്കിയോളാം. ടീച്ചറേ. ഓ, ഞാൻ ഫോണിലായിരുന്നു. എന്താ വിളിച്ചേ? നോക്ക്. എന്തുപറ്റി? பாரு ஸ்கூல்ல விழுந்து கை சதஞ்சது. ചതഞ്ഞതാ? ஆமா, ஒடிஞ்சது. ഒടിഞ്ഞോ? ஆமா, சதஞ்சது. ചതഞ്ഞാ ഒടിഞ്ഞാ? சதஞ்சது. കൃത്യമായിട്ട് പറയാൻ. சதஞ்சது. ഓ ഓക്കെ. പാറൂസേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. 2 ദിവസം സ്കൂളിൽ പോകാൻ പാടില്ലാന്നോ? കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല. സിദ്ധു, ഇത് പാറുവിന്റെ ടീച്ചറാ. ആ, നമസ്കാരം. നമസ്കാരം. ടീച്ചറിന്റെ പേരെങ്ങനെയായിരുന്നു? അനാർക്കലി. ഓ, നൈസ് നെയിം. സിദ്ധു അല്ലേ? സിദ്ധാർത്ഥ്. അതെ. എന്നെ മനസ്സിലായോ? പാറുവിന്റെ ടീച്ചറല്ലേ? അയ്യോ അതല്ല. അപ്പൊ അല്ലേ? അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്നോ? പ്ലസ് ടുല്. പ്ലസ് ടുല്? അനാർക്കലി. ആ, അനാർക്കലി. അതെ. ആ, എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഓ, ഇപ്പോഴാളെ കിട്ടിയത്. കേട്ടിരിക്കുന്നോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സിദ്ധുവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? അനാർക്കലി, ഇത് എന്റെ വൈഫ് ലച്ചു. ഓ. ഇത് വൈഫിന്റെ ബ്രദറാണ്. Okay. വൈഫിന്റെ അനിയത്തിയാണ് ഇത്. അതെയോ? ഇത് വൈഫിന്റെ ആന്റിയാണ്, കനക ആന്റി. വൈഫിന്റെ അമ്മുമ്മ, വൈഫിന്റെ അനിയത്തി. ഒരു കുടുംബമാ. എനിക്ക് പെട്ടെന്ന് കത്തിയില്ലെന്നേ, വർഷം കുറെ ആയില്ലേ, അതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിലും സിദ്ധുവിനെ എന്നെ ഓർക്കാൻ ചാൻസ് കുറവാ. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ടീച്ചർ ഇൻട്രോവേർട്ട് ആണല്ലേ. ചെറുതായിട്ട്. സിദ്ധുവിനെ പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. കൊറേ പേരുടെ ക്രഷ് ആയിരുന്നേ അന്നത്തെ കാലത്ത്. ടീച്ചറിന്റെയും അതൊക്കെ പഴയ കാര്യം. അല്ല, സിദ്ധു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ദുബായിലാ വർക്ക് ചെയ്യുന്നേ. ഇപ്പം ലീവിന് വന്നതാ. ഓക്കെ. അല്ല, ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് പാർവതിയുടെ ടീച്ചറാണ്. അല്ല, അതിപ്പോ താൽക്കാലികമാണ്. ഞാനൊരു 3 months കഴിഞ്ഞാൽ UK പോകാനുള്ള പ്ലാനാണ്. ഓ, അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ പോയിട്ട് ഹയർ സ്റ്റഡീസ്. ഇനിയും പഠിക്കാൻ പോവാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ശരി, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ ടീച്ചർ മോളെ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, ഇന്ന് സമയമില്ല, പിന്നെ ഒരു പ്രാവശ്യം ആവാം. അനാർക്കലി വാ, ഒരു ചായ അല്ലേ?
ഇല്ല സിദ്ധു, നെക്സ്റ്റ് ടൈം ആവട്ടെ. എന്നാ ബാഗ്. ഓ അപ്പൊ ശരി കേട്ടോ. പാർവതി പോട്ടെ, ഗുഡ് ഗേൾ ആയിട്ട് സ്കൂളിൽ വന്നോട്ടോ. ബൈ ബൈ. ശരി. എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോകുന്നു. എന്തേ സമയം പോവണ്ടായിരുന്നോ? സമയം പോണല്ലോ. യേശുവേ, ഓ അളിയന്റെ മുഖത്തെ പെട്ടെന്നൊരു പ്രസരിപ്പ്, സന്തോഷമൊക്കെ ഉണ്ടല്ലേ? പിന്നെ പ്രസരിപ്പ് കാണാതിരിക്കോ? പണ്ടത്തെ കൃഷിനെ കണ്ടതല്ലേ? എടാ, അളിയന്റെ ക്രഷ് അല്ലല്ലോ, ആ ടീച്ചർ അളിയനോടായിരുന്നില്ലേ ക്രഷ്? ആ ശരിയാ ശരിയാ ശരിയാ. അളിയന്റെ കാര്യമില്ലേ, പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞാടി ആ പിന്നെ പിന്നെ വെള്ളം കുടിക്കാൻ. വാ. അളിയന്റെ ഒരു കാര്യമേ. മക്കളെ, ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇവിടെ ഇല്ല. ഇല്ല. ഇവിടെ ഇല്ല. അവിടെയും ഇല്ല. ഇവിടെ ഉണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ. ഇവിടെയോ? അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇവിടെയോ? ഇല്ല. അവിടെയില്ല. അപ്പൊ ഈ ഏരിയയിലാണ് കേശുവെ പ്രശ്നം. ഇവിടെയാണ് ആ പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. വിഷയമാണല്ലോ പാർവ ഇതിപ്പോ. 2 ദിവസം സ്കൂളിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വിഷമം. കേട്ടാ ഇങ്ങോട്ടിറക്കല്ലേ അത്. സത്യം പറയടി, എങ്ങനെയത് പറ്റിയത്? ഓടിയപ്പോ വീണത്. ഓടിയപ്പോ വീണ് നമ്മളങ്ങ് വിശ്വസിച്ച് ഉള്ളവരും പറഞ്ഞു. അല്ലാണ്ട് പാറു ആരായിട്ടും തല്ലുണ്ടാക്കിയതോ വഴക്കുണ്ടാക്കിയതോ അങ്ങനൊന്നും പറ്റിയതൊന്നും അല്ല അല്ലേ? ഞാനാ തല്ലുണ്ടാക്കാനാ? ഞാനെങ്ങനെ തല്ലുണ്ടാക്കാനാ? അത് പറയുമ്പോ പാറൂസിന്റെ മുഖത്ത് എന്താ ഒരു കള്ളത്തരം? കള്ളത്തരോ? ആർക്ക് കള്ളത്തരം? ടീച്ചർ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ലേ? ടീച്ചറെ പറഞ്ഞൊക്കെ നമ്മള് കേട്ടു മക്കളെ. ഹായ് പാവു. നിനക്കല്ല, കൊച്ചിന്. സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാലും സിദ്ധുവിന് അനാർക്കലിനെ കണ്ട് മനസ്സിലായില്ല? ലച്ചൂസ്, സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ ഒരു തവണ പോലും മിണ്ടിയിട്ടില്ലാത്ത പിള്ളേർക്ക് ക്ലാസ്സിൽ ഉണ്ടാവാറില്ലേ? ചിലപ്പോ നമ്മൾ ഒരു പേനയോ പെൻസിലോ പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുപോലത്തെ ഒരാളായിരുന്നു അനാർക്കലി. ആ അത് അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈയിടയ്ക്ക് ഞാൻ ഇവിടെ വെച്ച് കണ്ട് തൊള്ളേ, എനിക്ക് അവളെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൈൻഡ് പോലും ചെയ്യാത്ത കൊച്ചായിരുന്നു. ഇപ്പൊ തല ചെറുകിട്ട് അടിക്കുന്നുണ്ടാവും അല്ലേ? ഓ അല്ല, എന്നാലും ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും അനാർക്കലിനെ പോലെ ഒരാളെ. ചേച്ചി, ചേച്ചിയുടെ കൂടെ +2 എത്ര പേര് പഠിച്ചായിരുന്നു? +2 ഒരു 40-42 പേരുണ്ടാവുമായിരിക്കും. 42 പേര്. കാര്യം വേഗം അവരുടെ ഒക്കെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു. അത് പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? മറന്നുപോയില്ലേ? എക്സാക്ട്ലി. ഇതിനെയാണ് അളിയനും പറഞ്ഞത്. പേര് മറന്നുപോയതല്ലേ? അത് മാത്രമല്ല, അനാർക്കലി ഈ ക്ലാസ്സിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. സൈലന്റ് അല്ലായിരുന്നെങ്കിൽ അയ്യേ, കിണി കണ്ടില്ലേ? സ്കൂളിലെ പിള്ളേരുടെ ഒക്കെ ക്രഷായിരുന്നു പോലും സിദ്ധു. നോക്കിയേ, ഞാനും പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ക്രഷ് ഒക്കെ തന്നെയായിരുന്നു കേട്ടാ. തന്നെ നാഷണൽ ക്രഷ്. പക്ഷെ പുള്ളിക്കാരത്തിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ്. അളിയാ, അളിയന് ആരോടും ക്രഷ് ഒന്നും തോന്നിയിട്ടില്ലേ? അളിയാ, ഞാനേ നിന്റെ അത്ര കോഴി അല്ലായിരുന്നു. ടീച്ചർ അടിപൊളിയാ. സാഹിബാ ചാച്ചി, അളിയൻ എന്തിനാണ് ഇപ്പൊ ആ പാട്ട് പാടിയത്? നല്ല പാട്ടല്ലേ?
ആ പാട്ട് ഏത് പടത്തിലെയാണ്? ഏത് പടത്തില്? പൃഥ്വിരാജിന്റെ അനാർക്കലി. ആ ശരിയാണല്ലോ. അപ്പനെന്തിനാ ഈ പാട്ട് ഇപ്പൊ പാടിയത്? അനാർക്കലി ഇഷ്ടമായോണ്ടായിരിക്കും. പടം 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 സിനിമ. ശിവ, നീയേ അളിയന്റെ മുഖത്ത് തെളിഞ്ഞ നൊസ്റ്റാൾജിയ ശ്രദ്ധിച്ചാൽ? പിന്നെ 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 എല്ലാണ്ട്. നൊസ്റ്റാൾജിയ എന്ന് വെച്ചാ അത് മക്കള് കൊറേ വളർന്നു കഴിയുമ്പോ മക്കൾക്ക് മനസ്സിലാവൂടാ. നാ പാല് കുടി. സാഹിബാ. എടാ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. കുറെ നാളായല്ലേ കണ്ടിട്ട്. ആടാ പിന്നെ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഓ ഞാൻ വരാടാ, ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞില്ലേ. ഓക്കേടാ. ആ ഹായ് ടീച്ചർ. ടീച്ചറോ? ഇനി പേര് വിളിച്ചാ പോരെ? അത് പിന്നെ ഒരു ഓളത്തിന് വിളിച്ചു പോയതാ. പാറുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പാറോസിന് ഇപ്പൊ സ്കൂളിൽ പോകണ്ടല്ലോ, ഇവിടെ അടിച്ചു പൊളിച്ച് നടപ്പുണ്ട്. അത് ശരി. ലച്ചൂസേ, ദേ നമ്മുടെ ടീച്ചർ വന്നേക്കണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ടീച്ചർ ഇവിടെ? ഞാൻ പാറുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാ. അയ്യോ, അതിന് ഇത്രയും കഷ്ടപ്പെടായിരുന്നോ? ഒന്ന് ഫോൺ വിളിക്കുക അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അയ്യോ, ഇതാരുത്? അനാർക്കലി ടീച്ചറോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇപ്പോഴും പറടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നേ? ജസ്റ്റ് വന്നതേ ഉള്ളൂ. ടീച്ചറിന് സുഖമായിട്ടിരിക്കണ? സുഖം സുഖം. ടീച്ചറ് പാറുവിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അതെ, എനിക്ക് അപ്പോഴേ തോന്നി. ഞാനെന്നാ ഒന്ന് കേറി കണ്ടോട്ടെ? പിന്നെ സ്വന്തം വീട് പോലെ കണ്ടു കയറിക്കോ. ഓ, നിങ്ങള്? നമ്മള് വരാം. കേറിട്ട് ലെഫ്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ. ഹലോ. കേശേ, ഓ തങ്കപ്പെട്ട ടീച്ചറല്ലേ? ഇടയ്ക്കിടയ്ക്ക് പാറുവിനെ കാണാൻ വേണ്ടി മാത്രം നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്നു. പക്ഷേ പാറുവിനെ കാണാൻ വേണ്ടിയാണ് ടീച്ചർ വന്നേന്ന് പറഞ്ഞേല് എനിക്കെന്തോ നിനക്ക് എന്തോ എന്ത്? ഒന്നുമില്ല മക്കളെ. ഓ ഓരോന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ ഇടയ്ക്ക് വിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കും. നമ്മളിപ്പോ അങ്ങനെ കരുതിയത്? നമുക്കറിയാം ചേച്ചിക്ക് പൊസസീവ്നെസ് ഒന്നും ഇല്ലെന്ന്. അതെ അതെ അതെ. ചിലപ്പോ ഇനി അളിയനെയും കൂടെ കാണാന്ന് വെച്ചാൽ വന്നതായിരിക്കും. അല്ല, അങ്ങനെ ആണെങ്കിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അവര് പഴയ ക്ലാസ്മേറ്റ്സ് അല്ലേ? പിന്നെ നിങ്ങക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. കുഴപ്പമേ ഇല്ല. ആരാന്ന് മനസ്സിലായോ? ആരാ? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല? അനാർക്കലി മിസ് ആണോ? അപ്പൊ മനസ്സിലായില്ലേ? പിന്നെ അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ മിസ്സേ. ഇവിടെയോ? ആ, ഇവിടെ ഇരിക്കേ. ശരി. മിസ് എന്നെ കാണാൻ വന്നാണോ? പിന്നില്ലാണ്ട് ആരെ കാണാൻ വന്നതാ? അയ്യോ, ഒരു ടീച്ചർ ആദ്യമായിട്ട് എന്നെ കാണാൻ വരുന്നേ. ഇപ്പൊ കൈ എങ്ങനെയുണ്ടടാ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 2 ദിവസവും കൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ സ്കൂളിൽ വരാൻ പറ്റില്ല അല്ലേ? ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്ത്? താങ്ക്സ്. വെൽക്കം. ടീച്ചറെ, ടീച്ചറിനെ കുടിക്കാൻ നേരം എടുക്കട്ടെ? അയ്യോ, കുടിക്കാനൊന്നും വേണ്ട. അതെന്താ? കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും കുടിച്ചില്ലല്ലോ. ഞാൻ ചായ എടുക്കാൻ പറയാം. ചായ വേണ്ട. എന്നാ കാപ്പി ആയാലോ? ചൂടായിട്ടുള്ള ഒന്നും വേണ്ടായിരുന്നു. നാരങ്ങളും എടുക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് എടുക്കാം. ജ്യൂസ്? ശരി. ടീച്ചർ പാറുവിനെ കാണാൻ വന്നതാ? അതെ, പാറുവിനെ കാണാൻ വന്നതാ. ഞാൻ ടീച്ചറിനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ ഒരു വക പഠിക്കത്തില്ല. വീട്ടിൽ വന്നാല് ആരെയും വക വെക്കത്തുമില്ല. ഏത് സമയവും വേണ്ട. ഇത് കണ്ടോ ടീച്ചർ? കണ്ടല്ലോ, ഇതുപോലൊരു ബുക്കും എടുത്ത് കുറെ കളറും എടുത്ത് വെച്ചോണ്ടെങ്കിൽ ഇരിക്കും. പഠിക്കത്തേ ഇല്ല ടീച്ചറെ. അമ്മൂമ്മേ. എന്തോന്ന് അമ്മൂമ്മ? പിന്നെ കാര്യങ്ങൾ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ? വയ്യാത്ത കുട്ടിയാണേ. ആണോ? നിനക്ക് പറയാവോ? പിന്നെ
കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റൂ. டீச்சர் உங்களுக்கு குடிக்கிறதுக்கு ஜூஸ் தானே கேட்டீங்க, நான் இப்பவே கொண்டு தரேன். ശരി. ടീച്ചറിന്റെ നാട് എവിടെയാ? എന്റെ നാട് വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ? കുരീച്ചിറ എന്ന് പറയും. അല്ല, അപ്പൊ സിദ്ധുളിന്റെ കൂടെ എങ്ങനെയാ പഠിച്ചത്? അളിയൻ ഇവിടെ അല്ലേ പഠിച്ചേ? അല്ല, എന്റെ അച്ഛൻ ജോലി ചെയ്തൊക്കെ ഇവിടെ എറണാകുളത്തായിരുന്നേ. അപ്പൊ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ എറണാകുളത്താ. ടീച്ചറുടെ കല്യാണം കഴിഞ്ഞാന്നോ? എന്തോന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ? അയ്യോ, അതൊന്നും സാരില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അയ്യോ കഴിഞ്ഞില്ലേ? ബട്ട് വൈ ടീച്ചർ എന്താ കല്യാണം കഴിക്കാത്തെ? അല്ല, ഇനിയും സമയമുണ്ടല്ലോ. സമയമുണ്ട്. ചേച്ചി കേട്ടില്ലേ, കല്യാണം കഴിഞ്ഞില്ല. പണ്ടത്തെ ക്രച്ച് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടാവും. അമ്മമ്മേ, ആ ജ്യൂസ് എന്തായതെന്ന് നോക്കിട്ട് വരാവോ? ഇപ്പൊ കൊണ്ടുവരാം. ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ. ശരി. മക്കളെ പാറും പോയാ മിഠായി അയച്ചോട്ടാ. ആ ടീച്ചർ അവിടെ ഇരുന്നോ? നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കല്ലോ. അവിടെ ഇരുന്നോ? പിന്നെ ടീച്ചറെ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുതേ, പഴയ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കൗതുകത്തിന്റെ ഓർത്ത് ചോദിക്കുന്നതാ. ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ തവണ വന്നപ്പോ സ്കൂളില് സിദ്ധു ആയിരുന്നു എല്ലാവരുടെയും ക്രഷ്? എന്താ അങ്ങനെ? അവിടെ വേറെ കാണാൻ കൊള്ളുന്ന ആമ്പിളേരൊന്നും ഉണ്ടായിരുന്നു? അല്ല, കാണാൻ കൊള്ളാവുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ സിദ്ധു എല്ലാ കാര്യത്തിലും കുറച്ച് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സിദ്ധുവിന്റെ മേലെയായിരുന്നു കണ്ണ്. അളിയൻ അത്രക്കാരനായിരുന്നല്ലേ? സത്യം പറ ടീച്ചറെ, ടീച്ചറിനും സിദ്ധുവിന്റെ അടുത്ത് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. അത് മടിച്ചേക്കാത്ത പറ ടീച്ചർ, ഒരു കുഴപ്പമില്ല, അത് പറഞ്ഞോ. അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ടുണ്ടായിരുന്നില്ലേ? അത്രയ്ക്കൊന്നും ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഇല്ല. അല്ല, കുറച്ച് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ആണല്ലേ? അപ്പോഴേ ഒരു മിനിറ്റ് വന്ന് വന്നേ. അപ്പോഴേ കൂടുതൽ ചോദ്യം ചോദിക്കാൻ നിക്കണ്ട, വെറുതെ എന്തിനാ പണി വാങ്ങിക്കൂട്ടുന്നത് അല്ലേ? ഞാനല്ലേ പണി മേടിച്ചു കൂട്ടണേ, ഞാനങ്ങ് സഹിച്ചു. വേണ്ട വിട്, വേണ്ട പറയണേ. ടീച്ചറെ, എന്നിട്ടേ ടീച്ചറിന് ഈ ക്രഷ് ഉള്ള കാര്യം ടീച്ചർ എന്താ സിദ്ധുവിന്റെ അടുത്ത് പറയാഞ്ഞ്? അയ്യോ, അങ്ങനൊന്നുമില്ല. ടീച്ചർ പറ, കേൾക്കുന്നതൊക്കെ ഫണ്ണല്ലേ ടീച്ചറെ? അത് പിന്നെ ഞാൻ ആ സമയത്ത് ചെറിയൊരു ഇൻട്രോവേർട്ട് ആയിരുന്നേ. ഓ, അപ്പൊ ഇൻട്രോവേർട്ട് അല്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ അല്ലേ? സിദ്ധുന്റെ വൈഫിന്റെ ഒരു കാര്യം, അവള് ഭയങ്കര ഓപ്പൺ ആണല്ലേ. അധികം വൈകാതെ ക്ലോസ് ആക്കും. എന്നിട്ട് ബാക്കി പറ. ബാക്കി അന്നത്തെ കാലത്ത് ഞാൻ സിദ്ധു ഉപയോഗിച്ച പേനയും അവൻ ബോർഡിൽ എഴുതിയ ചോക്കും ചോക്ലേറ്റ് കവറും എല്ലാം സൂക്ഷിച്ചെടുത്ത് വെക്കുമായിരുന്നു. ഇതൊന്നും അളിയ അറിയാതെ പോയല്ല. അറിയാതിരുന്നത് നന്നായല്ലേ ചേച്ചി? ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ടീച്ചറെ? കാണുമായിരിക്കും, എന്റെ പെട്ടിയിലെങ്ങാനും എപ്പോഴും കാണുമായിരിക്കും. പണ്ടത്തെ കാര്യങ്ങളല്ലേ. കണ്ണൊക്കെ നിറഞ്ഞല്ലേ? ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത വള്ളിയൊന്നും പിടിക്കാൻ പോകണ്ടാന്ന്. ടീച്ചറെ ഇവിടെ ഇരിക്കേ, ഞാൻ ആ ജ്യൂസ് എന്തായെന്നൊന്ന് നോക്കിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല, ജ്യൂസ് എടുക്കാൻ പോയതല്ലേ? ലച്ചു, ടീച്ചർ അവിടെ? എന്റെ ലച്ചു, അത് ടീച്ചറിന് ഒഴിച്ചു വെച്ച ജ്യൂസാ. പിന്നെ ടീച്ചറിന്റെ ഉള്ളതേ ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. லட்சு, எதுக்கு நீ அழற? എന്താ എന്തിനാ കരയുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കേക്കണ്ടാന്ന്. അപ്പൊ കേട്ടേ പറ്റൂ, നീ കര. എന്തിനാ മക്കളെ കരയുന്നേ? പറ. മുമ്മാ, സംഭവം എന്തെന്നറിയോ? ഒരാള് പണ്ടെപ്പോഴോ തൊട്ട ചോക്കും പേനയും പെൻസിലും ഒക്കെ വേറൊരാള് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അവളാര്? കെമാല. ഇവൻ തൊട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ. അതാരാ?
അതൊരു സീരീസിന്റെ ക്യാരക്ടർ. അതൊരു ബുക്കിലെ ക്യാരക്ടർ. സീരീസ്. അത് ബുക്കിലെ ക്യാരക്ടർ. സീരീസ്. അതാരെയും ആരല്ലോ ആയിക്കോട്ടെ. അവള് പോയാ? അവിടെ അളിയനോട് സംസാരിച്ചിരിപ്പുണ്ടോ? സിദ്ധുവിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സിദ്ധു അവിടെ ഉണ്ടാ? ഉണ്ടല്ലോ. ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. പഴയ ആൾക്കാരെ എല്ലാരും ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാനിടയ്ക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാറൊക്കെ ഉണ്ട്. ആണോ? പിന്നില്ലാണ്ട്. എനിക്ക് ചിലരുടെ നമ്പറൊക്കെ വേണം. ഞാൻ അയച്ചുതരാം. പറയാം, ആരുടെയൊക്കെ ഞാൻ പറയാം. ഹായ്. അയ്യോ ഒന്നേ ഒരു മിനിറ്റ്. താങ്ക് യു. ഇപ്പൊ വരാവേ. ഓ നടക്ക് നടക്ക്. എന്താ എന്തുദ്ദേശം? എന്തുദ്ദേശം? ടീച്ചറായിട്ട് ഭയങ്കര കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ഞങ്ങള് പഴയ സ്കൂൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവായിരുന്നു. എന്താടി സ്കൂൾ കാര്യം? സത്യം പറ സിദ്ധു, ടീച്ചർ നിന്നെ കാണാനല്ലേ വന്നേ? ലച്ചു ടീച്ചർ പാറൂസിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ടീച്ചർ വന്നത് ആരെ കാണാനാ? എന്റെ പൊന്നു ലച്ചു, നീ ചുമ്മാ താളത്തിൽ ദിനേശം കളിക്കില്ലേ? എല്ലാരും കൂടെ അങ്ങനെ ആക്കണല്ലേ? ചുമ്മാ വേഷം കെട്ട് കാണിക്കാതെ കാര്യം പറ സിദ്ധു. ടീച്ചർ പ്ലാൻ ചെയ്ത് വന്നല്ലേ? എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മൊത്തം പ്രശ്നം അനാർക്കലി. ലച്ചു എന്റെ അടുത്ത് ചോദിക്കുവാണേ, അനാർക്കലി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോ? ഞാനിവിടെ വന്നപ്പോഴാണ് സിദ്ധുവിനെ ഓർത്തത് പോലും. അത് പറച്ചില് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ലച്ചു സിദ്ധുവിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആണല്ലേ? അത് പിന്നെ ഈ വീട്ടിലെല്ലാരും ഭയങ്കര പൊസസീവാ. അത് ഭാര്യയും ഭർത്താവണമെന്നൊന്നും ഇല്ല. ഓ, അതുകൊണ്ടാണല്ലോ എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത്. ഞാൻ ഇവന്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചതാ. ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീയല്ല ലച്ചൂസ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട്. അതെ, ഞാനൊരു 2-3 months കഴിഞ്ഞാൽ ഇവിടുന്ന് UK പോവാ. അവിടെ ഏതെങ്കിലും ഒരു സ്റ്റൈലൻ സായിപ്പിനെ ഞാൻ വളച്ചെടുത്തോളാം. എനിക്ക് തന്റെ ഭർത്താവിനൊന്നും വേണ്ടടോ. അയ്യേടാ, എന്റെ ഭർത്താവിനെയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വാ, ഇപ്പൊ ഞാൻ എടുത്ത് തരാം. സിദ്ധു, ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താലോ? ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാം. അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ നടത്തിക്കളെ. പളയന്റെ കൃഷികളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ലച്ചു, ജ്യൂസ് കിട്ടിയില്ല കേട്ടോ. ടീച്ചറിനുള്ള ജ്യൂസ് ഞാൻ വേറെ തരുന്നുണ്ട്. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഞാൻ ജ്യൂസ് എടുക്കട്ടെ? അയ്യോ, ജ്യൂസ് വേണ്ട, എനിക്ക് ഇപ്പൊ പോവാൻ സമയം. ആണോ? എന്നാ പറഞ്ഞു കൊടുത്തോട്ടോ. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ശരി കേട്ടോ. പറഞ്ഞെടുത്ത് പ്രത്യേകം പറയണം. ബൈ ബൈ. ബൈ ബൈ. ചോദിക്കട്ടോ, അന്ന് പണ്ട് സ്കൂളിൽ പഠിക്കാൻ സമയത്ത് അനാർക്കലി ടീച്ചറെ അളിയനോട് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അളിയൻ എന്താ പറഞ്ഞേനെ? ദേടാ, അളിയൻ ചിരിച്ചോണ്ട് പോണ്. കേശുവേ, എന്തായിരിക്കും അളിയന്റെ മുഖത്ത് ആ ചിരിയുടെ അർത്ഥം?